പി.കെ. ദിവാകരൻ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്കെന്ന സൂചന. വിഭാഗീയതയുടെ ഭാഗമായി വടകര ഏരിയ സെക്രട്ടറിയായിരുന്ന പി.കെ. ദിവാകരനെ മാറ്റി നിർത്തിയിരുന്നു. പ്രദേശത്തെ ജനകീയനായ നേതാവായ പി.കെ. ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ അണികളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ പൊതുമധ്യത്തിലും അല്ലാതെ സമൂഹ മാധ്യമത്തിലും അടക്കം വലിയ വിമർശനങ്ങളായിരുന്നു പാർട്ടിക്കകത്തുള്ളവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അനക്ക, അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ CPM ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി M മെഹബൂബിന്റെ നേതൃത്വത്തിൽ വടകരയിൽ പാർട്ടി കമ്മിറ്റിയിൽ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ ഇത്തരത്തിൽ ദിവാകരനെ തിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, വിഭാഗീയതയുടെ പേരിൽ മാറ്റി നിർത്തിയ ഇദ്ദേഹം പിന്നീട് പാർട്ടി വിരുദ്ധമായ മറ്റൊന്നും ചെയ്തില്ല. പാർട്ടി നടപടിക്ക് വിധേയനായി. അതുകൊണ്ട് തന്നെ പോരായ്മകൾ പരിഹരിച്ച് സഖാവിനെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം വലിയ തരത്തിൽ അണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പ്രദേശത്ത് പലയിടങ്ങളിലും ഇതിന്റെ ഭാഗമായി വിഭാഗീയത വേറെ രീതിയിൽ ശക്തിപ്പെടുന്നത് കണ്ട CPM ഇത്തരത്തിൽ ഒരു നടപടിക്രമത്തിലൂടെ ഈ നടപടിയിലൂടെ ഏറെ ജനകീയനായ ഇദ്ദേഹത്തെ വീണ്ടും പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തു എന്ന് വേണം കരുതാൻ. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത് CPM ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പി.കെ. ദിവാകരൻ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്ക് എന്ന് സൂചന ലഭിച്ചിരിക്കുന്നു. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.